അഭിമന്യു കേസിൽ ഇനി എന്ത്? അട്ടിമറികൾ തുടരുന്നു. കേസിലെ കുറ്റപത്രമടക്കം മുഴുവൻ സുപ്രധാന രേഖകളും കോടതിയിൽ നിന്ന് കാണാതായ സംഭവമാണ് അട്ടിമറി ശ്രമങ്ങളിലെ ഏറ്റവും ഒടുവിലെത്തിയത്. രേഖകൾ എങ്ങനെ കാണാതായി എന്നത് വിശദമായി അന്വേഷിച്ചാലേ അതിനു പിന്നിൽ ഗൂഢാലോചന നടന്നോ എന്ന് വ്യക്തമാകും. രേഖകൾ കാണാതായത് കേസിന്റെ തുടർ നടപടികൾ വൈകിപ്പിക്കും. കേസിലെ 11 നിർണായക രേഖകളാണ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതായത്. വിഷയം കേരള ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് ഇവ പുനഃസൃഷ്ടിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി. 2023 നവംബറിൽ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്താൻ കേസ് പരിഗണിച്ചപ്പോൾ 11 രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതായി കണ്ടെത്തി. കുറ്റപത്രം, കവറിംഗ് ലെറ്ററോട് കൂടിയ കേസിന്റെ വിശദാംശങ്ങൾ, ജയിൽ പരിശോധനയിൽ കണ്ടെത്തിയ സ്വത്തിന്റെ രജിസ്റ്ററിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അർജുൻ എന്ന വ്യക്തിക്ക് പോലീസ് നൽകിയ അറിയിപ്പ്, കാഷ്വാലിറ്റി രജിസ്റ്റർ, വിനീത് എന്ന വ്യക്തിയുടെ ആശുപത്രി കാർഡ്, രാഹുലിന്റെ മുറിവ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് കാണാതായവ. സിം കാർഡുകൾ വാങ്ങാൻ സമർപ്പിച്ച 15 ഉപഭോക്തൃ അപേക്ഷാ ഫോമുകൾ, സൈറ്റ് പ്ലാൻ, മഹാരാജാസ് കോളേജിൽ നിന്ന് നൽകിയ സർട്ടിഫിക്കറ്റ്, ചോദ്യം ചെയ്യലിൽ പ്രതികൾ നൽകിയ 161 CRPC മൊഴി എന്നിവയും കാണാതായിട്ടുണ്ട്. രേഖകൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധന നടത്താൻ കോടതി ജീവനക്കാരോട് നിർദ്ദേശിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 16 പേർ ഉൾപ്പെടെ 26 പ്രതികളാണ് കേസിലുള്ളത്. കാണാതായ രേഖകൾ പുനർനിർമ്മിക്കാൻ ഹൈക്കോടതി ജില്ലാ കോടതിയോട് നിർദ്ദേശിച്ചു. കേസിൽ ഗൂഢാലോചന അന്വേഷിക്കാത്തതാണ് ആദ്യ അട്ടിമറി. മുഖ്യപ്രതിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചതും പ്രധാന തൊണ്ടിമുതലായ കുത്തിയ കത്തി കണ്ടെടുക്കാത്തതും രണ്ടാമത്തെ അട്ടിമറി. അടിയന്തര വിചാരണ നടത്താൻ നടപടികൾ സ്വീകരിക്കാത്തത് മറ്റൊരു അട്ടിമറി. കോടികൾ രക്തസാക്ഷി ഫണ്ട് പിരിച്ച് നാമമാത്രമായ തുക അഭിമന്യുവിന്റെ കുടുംബത്തിന് നൽകി കബളിപ്പിച്ചു. ഒരുപാട് ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. അഭിമന്യുവിന് ഇതാണ് അവസ്ഥയെങ്കിൽ സിദ്ധാർത്ഥിന്റെ കാര്യം കട്ടപ്പുകയെന്നാണ് ഹരീഷ് പേരടി പറഞ്ഞത്. അഭിമന്യു കൊലപാതക കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിന് പിന്നാലെയാണ് വിമർശനവുമായി നടൻ ഹരീഷ് പേരടി രംഗത്ത് വന്നത്. അഭിമന്യുവിന് ഇതാണ് അവസ്ഥയെങ്കിൽ സിദ്ധാർത്ഥിന്റെ കാര്യം കട്ടപ്പുകയെന്ന ഹരീഷ് പേരടി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പ്, വോട്ട് രാഷ്ട്രീയം, അധികാരം, അതിനിടയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല രേഖകളും മുങ്ങുകയും പൊന്തുകയും ചെയ്യുന്നു. ജനാധിപത്യം കയ്യിൽ പുരളുന്ന വെറും മഷി മാത്രമാകുന്നു. ജീവൻ നഷ്ടപ്പെട്ടവനും അവന്റെ കുടുംബത്തിനും കുറെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും നഷ്ടമാകുന്നു. ഇത് ദുരന്ത കേരളമെന്ന് ഹരീഷ് പേരടി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.